ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഫിനാൻസ് എന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് PSC എക്സാമിന് ചോദിക്കുന്നതാണ് എന്ന് കരുതി ആരും ഒഴിവാക്കി വിടരുത്. നമ്മുടെ CSEB എക്സാമിനും ഒരുപോലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ കേട്ട് വെറുതെ പോകുന്നതിനെക്കാട്ടിലും നല്ലത് അവരവർ സ്വന്തമായിട്ടൊരു നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ആരൊക്കെ പഠിപ്പിച്ചാലും അവരവരുടെ നോട്ട്സിന് കുറച്ചുകൂടെ പ്രാധാന്യമാണ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എഴുതി പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ഇഷ്യൂഡ് ഓൺ കണ്ടിജന്റ് അസറ്റ്, കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് പ്രൊവിഷൻസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് ഇഷ്യൂഡ് ഓൺ കണ്ടിജന്റ് അസറ്റ്, കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് പ്രൊവിഷൻ. കണ്ടിജന്റ് അസറ്റ്, കണ്ടിജന്റ് ലയബിലിറ്റി ഇവയുടെ പ്രൊവിഷൻസ് ഇതൊക്കെ ഡീൽ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എത്രയാണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 29. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഫിക്സഡ് അസറ്റ് ഡെൽറ്റ് വിത്ത്. ഫിക്സഡ് അസറ്റ് ഡെൽറ്റ് വിത്ത്. ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എത്രയാണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് ഇഷ്യൂഡ് ഓൺ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിനകത്ത് ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എത്രയാണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6. എത്രയാണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6. മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു എളുപ്പമാർഗമുണ്ട്. ഡിപ്രീസിയേഷൻ അതിനകത്ത് ആറൊന്നും ഇല്ലായിരുന്നെങ്കിൽ അതിന്റെ ഒരു അവസ്ഥയോർത്തേക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വായിക്കേണ്ടി വന്നേനെ. അപ്പൊ അവിടെ ആറിനാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രിൻസിപ്പിൾ. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തിരിക്കുന്നത് ഏത് പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ്? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ നമുക്കറിയാം. കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അതായത് എന്തൊക്കെ സംഭവിച്ചാലും എന്താണ്, ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം സംഭവിച്ചുകൂടാ. അതിനു വേണ്ടിയിട്ടാണ് കൺസർവേറ്റിസം എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്. എന്താണ്? പ്ലേയിങ് സേഫ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രിൻസിപ്പിൾ കൺസർവേറ്റിസം. അടുത്ത ക്വസ്റ്റ്യൻ: കണ്ടിജന്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ. ബാലൻസ് ഷീറ്റിന്റെ ഫുട് നോട്ടായിട്ട് കണ്ടിജന്റ് ലയബിലിറ്റീസ് കൊടുക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കണ്ടിജന്റ് ലയബിലിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫുൾ ഡിസ്ക്ലോഷർ ആണ്. എന്താണ്? ഫുൾ ഡിസ്ക്ലോഷർ. അടുത്ത ക്വസ്റ്റ്യൻ: ആസ് പെർ ഡാഷ് കൺസെപ്റ്റ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള അക്കൗണ്ടിംഗ് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിന് പറയുന്നതാണ് മാച്ചിങ് കൺസെപ്റ്റ് ആണ്. എന്താണ്? മാച്ചിങ് കൺസെപ്റ്റ്. ഇനിയും ഡിപ്രീസിയേഷൻ നമ്മൾ അസറ്റിൽ നിന്ന് കുറച്ചെഴുതാറുണ്ട്. അത് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിന്റെ ഭാഗമാണ്. രണ്ട് ക്വസ്റ്റ്യനും ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുന്ന ഒരാൾക്ക് മാത്രമേ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ: പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അസറ്റ് ആസ് പെർ ഡാഷ് പ്രിൻസിപ്പിൾ. നമുക്കറിയാം പ്രീപെയ്ഡ് എക്സ്പെൻസസ്, നമ്മൾ മുൻകൂട്ടി അടച്ചിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ എന്താണ്, നമ്മൾ അസറ്റ് ആയിട്ട് കണക്കാക്കാറുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ
കഴിയുമ്പോൾ നമ്മൾ എന്താണ് അതിനെ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അനുസരിച്ചാണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അനുസരിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ്. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ് വാട്ട് എ ബിസിനസ് ഓൺസ് ദാറ്റ് ഇറ്റ് ഓവ്സ്. അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്, എന്തിന്റെ ബേസിലാണ് വാട്ട് എ ബിസിനസ് ഓൺസ്, ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഇറ്റ് ഓവ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അൺറിയലൈസ്ഡ് അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഷുഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് റവന്യൂ ഓൺ ദ ബേസിസ്. അതായത് നമുക്ക് ചിലപ്പം ചില അസറ്റിനകത്തൊക്കെ എന്താണ് അപ്രീസിയേഷൻ കാണിച്ചു. അൺറിയലൈസ്ഡ് അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഷുഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് റവന്യൂ. ഒരു അസറ്റിൽ ഉണ്ടായിരിക്കുന്ന അപ്രീസിയേഷൻ ഒരിക്കലും റവന്യൂ ആയിട്ട് കണക്കാക്കാത്തത് എന്ത് കൺസെപ്റ്റിന്റെ ബേസിലാണ് എന്ന് ചോദിച്ചാൽ റിയലൈസേഷൻ കൺസെപ്റ്റിന്റെ ബേസിലാണ്. എന്തിന്റെ ബേസിലാണ്? റിയലൈസേഷൻ കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ ഇൻ 1 year ഹാസ് ചേഞ്ച്ഡ് ഇറ്റ് ടു മെത്തേഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. ഇറ്റ് ഈസ് ദ വയലേഷൻ ഓഫ് ഡാഷ് പ്രിൻസിപ്പിൾ. അതായത് ഒരിക്കൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഫോളോ ചെയ്തിരുന്ന ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് അടുത്ത വർഷത്തിലേക്ക് എന്താണ് മാറ്റി. അതായത് നമ്മൾ ഈ വർഷം ഫോളോ ചെയ്തിരുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ്. അടുത്ത വർഷമായപ്പോഴത്തേക്ക് അത് എന്താണ് ആന്യൂറ്റി മെത്തേഡ് ഫോളോ ചെയ്തു. ഈ ഒരു ഇത് നമ്മൾ വിചാരിക്കും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ സൗകര്യം പോലല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ്ങിന്റെ ഏത് മെത്തേഡിനെ അല്ലെങ്കിൽ ഏത് ഇതിനെയാണ് വയലേറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചത്. കൺസിസ്റ്റൻസി. അതായത് അക്കൗണ്ടിങ്ങിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് ഇതിനൊക്കെ എന്ത് വേണം? ഒരു സ്ഥിരത വേണം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഓഫ് എ പേഴ്സൺ ഓൺ ദ അസറ്റ് ഓഫ് എ ഫേം. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റിന്മേൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അവകാശം, അതിന് പറയുന്ന പേരാണ് ഇക്വിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലെയിം ഓഫ് എനി പേഴ്സൺ എഗനിസ്റ്റ് ദ അസറ്റ് ഓഫ് ദ ഫേം. റൈറ്റ് ഓഫ് എ പേഴ്സൺ എന്ന് മാത്രമല്ല, ക്ലെയിം ഓഫ് എനി പേഴ്സൺ എഗനിസ്റ്റ് ദ അസറ്റ് ഓഫ് ദ ഫേം എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? ഇക്വിറ്റിയാണ്. അടുത്തത്, ബിസിനസ് ഈസ് എ കളക്ഷൻ ഓഫ്. ബിസിനസ് എന്ന് പറയുന്നത് എന്തിന്റെ കളക്ഷൻ ആണ്? ആൻസർ ഏതാണ്? ട്രാൻസാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് അക്കൗണ്ട് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പേഴ്സണൽ അക്കൗണ്ട്. അടുത്തത്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് റിലേറ്റഡ് ടു. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അതും എന്ത് അക്കൗണ്ട് ആണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. അടുത്തത്, ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ഡേറ്റിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് ആൻസർ എഴുതും? ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ആണ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ഫ്യൂച്ചർ ലയബിലിറ്റി. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഫ്യൂച്ചർ ലയബിലിറ്റി എന്ന് പറയുന്നത്? കണ്ടിജന്റ് ലയബിലിറ്റി ആണ്. കണ്ടിജന്റ് ലയബിലിറ്റി അല്ലെങ്കിൽ കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ലയബിലിറ്റി ആണ്. ഭാവിയിൽ ചിലപ്പോൾ ഒരു ലയബിലിറ്റി ആയിട്ട് മാറാൻ സാധ്യതയുള്ളതാണ് കണ്ടിജന്റ് ലയബിലിറ്റി. അടുത്തത്, ഡാഷ് ഈസ് എ ഫ്യൂച്ചർ അസറ്റ്. എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഫ്യൂച്ചർ അസറ്റ് ആയിട്ട് മാറിയേക്കാവുന്നത്? ഏതാണ്? കണ്ടിജന്റ് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അസറ്റ് വിച്ച് ആർ സബ്ജക്റ്റഡ് ടു ഡിപ്ലീഷൻ ആർ കോൾഡ് ഡാഷ് അസറ്റ്. എന്താണ്? ഒരു അസറ്റ് ഡിപ്ലീഷൻ സംഭവിക്കുന്നു, അതായത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് തീർന്നു പോകുന്നു എങ്കിൽ അത് എന്ത് തരത്തിലുള്ള അസറ്റ് ആണെന്ന് ചോദിച്ചാൽ വേസ്റ്റിംഗ് അസറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നോൺ ആസ് എ സ്നാപ്ഷോട്ട് ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷന്റെ ഒരു സ്നാപ്ഷോട്ട് ആണ് ഇത് എന്ന് പറയുന്നത് ഏതാണ്? ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എ ഡാഷ് ടു ദ ബിസിനസ്. എപ്പോഴും പരീക്ഷയ്ക്ക് ലോസ്, എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഒക്കെ കാണും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എ എക്സ്പെൻസ് ടു ദ ബിസിനസ്. അടുത്തത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡാഷ് ടു ദ ബിസിനസ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇൻകം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ദ. കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ആരാണ് ആൻസർ? കൺസൈനർ ആണ്.
കൺസൈൻമെന്റ് ഈസ് പ്രിപ്പയർഡ് ടു. കൺസൈൻമെന്റ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കൺസൈൻമെന്റ്. കൺസൈൻമെന്റിനകത്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടിയത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കൺസൈൻമെന്റ് ദ റിലേഷൻ ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി ഈസ് ദാറ്റ് ഓഫ്. കൺസൈൻമെന്റ് പ്രോസസ്സിനകത്ത് കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രിൻസിപ്പിൾ ആൻഡ് ഏജന്റ്. എപ്പോഴും കൺസൈനർ പ്രിൻസിപ്പിൾ ആയിരിക്കും, കൺസൈനി ആരായിരിക്കും? ഏജന്റ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചിട്ട് പോകരുത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇൻ കൺസൈൻമെന്റ് ദ റിലേഷൻ ബിറ്റ്വീൻ കൺസൈനി ആൻഡ് കൺസൈനർ എന്നാണെങ്കിൽ ഏജന്റ് ആൻഡ് പ്രിൻസിപ്പിൾ എന്ന് തിരിച്ചെഴുതേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ, പെർഫോമ ഇൻവോയിസ് ആൻഡ് അക്കൗണ്ട് സെയിൽസ് ആർ പ്രിപ്പയർഡ് ഇൻ കണക്ഷൻ വിത്ത്. പെർഫോമ ഇൻവോയിസും അക്കൗണ്ട് സെയിൽസും ഏതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്? ആൻസർ കൺസൈൻമെന്റ്. എന്താണ്? കൺസൈൻമെന്റ്. അടുത്തത്, പ്രൊഫോമ ഇൻവോയിസ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ ഡാഷ് ടു ദ ഡാഷ്. പ്രൊഫോമ ഇൻവോയിസ് പ്രിപ്പയർ ചെയ്യുന്നതും സെൻഡ് ചെയ്യുന്നതും ആരാണ്? കൺസൈനർ ടു ദ കൺസൈനി. ആരാണ്? കൺസൈനർ കൺസൈനിക്ക് അയാളെ വിൽക്കാൻ സാധനങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ആ ഗുഡ്സ് അങ്ങോട്ട് അയക്കുമ്പം അതിനോടൊപ്പം തന്നെ കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? പെർഫോമ ഇൻവോയിസ്. അടുത്തത്, അക്കൗണ്ട് സെയിൽസ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ ഡാഷ് ടു ദ ഡാഷ്. അക്കൗണ്ട് സെയിൽസ് ആർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്? കൺസൈനി. അയാള് ഒരിക്കൽ നടത്തിയ സെയിൽസിന്റെ റെക്കോർഡ്സ് എല്ലാം കൂടെ കൺസൈനറിന് കൊടുക്കുമ്പോഴാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? അക്കൗണ്ട് സെയിൽസ്. അടുത്തത്, ഇൻ കൺസൈൻമെന്റ് ദ അൺസോൾഡ് ഗുഡ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കൺസൈനി ഷുഡ് ബി ട്രീറ്റഡ് ആസ്. അതായത് കൺസൈൻമെന്റ് ഒക്കെ നടത്തി കഴിയുമ്പോൾ ചില സമയത്ത് കൺസൈനിക്ക് മുഴുവൻ ഗുഡ്സും വിൽക്കാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ കൺസൈനിയുടെ ഇരിക്കുന്ന ഈ ഗുഡ്സ് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? എന്താണ്? ദ പ്രോപ്പർട്ടി ഓർ അസറ്റ് ഓഫ് ദ കൺസൈനർ. അസറ്റ് കൺസൈനറിന്റെ അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി, ദ അഡീഷണൽ കമ്മീഷൻ ഗിവൺ ബൈ ദ പ്രിൻസിപ്പിൾ ടു ദ ഏജന്റ് ടു മേക്ക് ദ ഏജന്റ് റെസ്പോൺസിബിൾ ഫോർ ബാഡ് ഡെപ്റ്റ്. അതായത് എന്താണ്? പ്രിൻസിപ്പിള് ഏജന്റിന് കൊടുക്കുന്ന ഒരു അഡീഷണൽ കമ്മീഷൻ ഉണ്ട്. ഏജന്റ് ഏതെങ്കിലും കാരണവശാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബാഡ് ഡെപ്റ്റിനോട് റെസ്പോൺസിബിലിറ്റി വഹിക്കുകയാണെങ്കിൽ അന്നേരം കൊടുക്കുന്ന ഒരു കമ്മീഷൻ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഡെൽക്കഡർ കമ്മീഷൻ. എന്താണ്? ഡെൽക്കഡർ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ അൺഎക്സ്പെക്ടഡ് ആൻഡ് അവോയ്ഡബിൾ ലോസ്. ചില ബിസിനസ്സിനകത്ത് എന്താണ്? ഒരിക്കലും നമുക്ക് ഈ ഒരു ലോസ് ഉണ്ടാകുന്നത് തടയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ലോസിന് പറയുന്ന പേരാണ് എന്താണ്? അബ്നോർമൽ ലോസ്. ഡാഷ് ഈസ് ആൻ അൺഎക്സ്പെക്ടഡ് ആൻഡ് അവോയ്ഡബിൾ ലോസ്. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആൻഡ് അവോയ്ഡബിൾ ലോസ് ആണ് കേട്ടോ. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ലോസ് ആണ്, അതാണ് അബ്നോർമൽ ലോസ്. ഇനിയും ഡാഷ് ഈസ് എക്സ്പെക്ടഡ് ആൻഡ് അൺഅവോയ്ഡബിൾ ലോസ്. ചിലപ്പോഴെന്താണ്? ഇത് പ്രതീക്ഷിക്കുന്നതാണ്, നമുക്ക് ഒരിക്കലും ഇത് ഒഴിവാക്കി കളയാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ലോസിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന അബ്നോർമൽ ലോസ് നമ്മൾ എവിടെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ആൻസർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്തത്, വൈൽ സെൻഡിങ് ദ ഗുഡ്സ് ഓൺ കൺസൈൻമെന്റ് ദ പ്രോഫിറ്റ് മാർജിൻ ഇന്റൻഷ്യലി ആഡഡ് ടു ദ കോസ്റ്റ് ഈസ് കോൾഡ്. അതായത് യഥാർത്ഥത്തിൽ കൺസൈൻമെന്റ് നടക്കുന്ന സമയത്ത് കൺസൈനർ ഒരു പെർഫോമ ഇൻവോയ്സ് അയക്കുമെന്ന് പറഞ്ഞല്ലോ. ആ പെർഫോമ ഇൻവോയ്സ് അയക്കുന്ന സമയത്ത് യഥാർത്ഥ പ്രൈസ് റിവീൽ ചെയ്യത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കൺസൈൻമെന്റ് പ്രോസസ്സിനകത്ത് എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് ഈ കൺസൈനർക്ക് ലാഭം കിട്ടിയത് എന്ന് ഒരിക്കലും കൺസൈനി അറിയാൻ പാടില്ല. അപ്പൊ അയച്ചു കൊടുക്കുന്ന പ്രൈസ് ആണ് ലോഡിംഗ് പ്രൈസ് എന്ന് പറയും. ലോഡിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസ് എന്നൊക്കെ പറയും. അടുത്ത ക്വസ്റ്റ്യൻ, അക്കൗണ്ട്സ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഈസ് കോൾഡ്. അക്കൗണ്ട്സ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അറിയപ്പെടുന്ന പേരാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ആൻഡ് കൺവേർഷൻ മെത്തേഡ് ആർ ദ ടു മെത്തേഡ്സ് ഫോർ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രണ്ട് മെത്തേഡാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും കൺവേർഷൻ മെത്തേഡും. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും കൺവേർഷൻ മെത്തേഡും. ക്യാപിറ്റൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ്. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് കൺവേർഷൻ മെത്തേഡ്. എന്ത് മെത്തേഡാണ്?
കൺവേർഷൻ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ഡാഷ് മെത്തേഡ് പ്രോഫിറ്റ് ഓർ ലോസ് ക്യാൻ ബി അസർട്ടൈൻഡ് ബൈ കമ്പയറിംഗ് ദ ക്യാപിറ്റൽസ് അറ്റ് 2 ഡിഫറെന്റ് പോയിന്റ് ഓഫ് ടൈം. അതായത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ക്യാപിറ്റൽ, 2 വ്യത്യസ്ത പീരീഡിലുള്ള ക്യാപിറ്റല് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റോ ലോസോ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അറിയാൻ പറ്റും. അതിന് പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, ഓർ നെറ്റ്വർത്ത് മെത്തേഡ്, ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്, ഓർ നെറ്റ് അസറ്റ് മെത്തേഡ്. ഇതിനകത്ത് ഏത് പേര് ചോദിച്ചെന്ന് പറഞ്ഞാലും സിംഗിൾ എൻട്രി സിസ്റ്റത്തിനകത്ത് ക്യാപിറ്റൽ കമ്പാരിസൺ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ IT ആൻഡ് സൈബർ ലോയുടെ ക്ലാസ്സുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ IT ആൻഡ് സൈബർ ലോയുടെ ക്ലാസ് ആയിരിക്കും. നാളെയും മറ്റേനാളും IT ആൻഡ് സൈബർ ലോയുടെ ക്ലാസ് ആയിരിക്കും. IT ആൻഡ് സൈബർ ലോ നിങ്ങളെ മുഴുവൻ മാർഗം കിട്ടുന്ന രീതിയിലാണ് പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ട് IT ആൻഡ് സൈബർ ലോ ഇപ്പൊ 2 പാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ആ 2 പാർട്ടിന്റെയും നോട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുക്കുക. ഇത് നമുക്ക് ഇനി വരുന്ന നവംബർ 6-നും നവംബർ 13-നും നടക്കുന്ന CSEB എക്സാം അല്ലാത്ത PSC നടത്തുന്ന എക്സാമിന് വേണ്ടി വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ്. CSEB എക്സാമിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാര് ഈ പറയുന്ന ഫിനാൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം പഠിക്കണം. പക്ഷേ IT ആൻഡ് സൈബർ ലോ അവർക്ക് ആവശ്യമില്ല. എങ്കിലും CSEB പഠിക്കുന്ന എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് CSEBക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിനുവേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ PSCക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിയുമ്പം അവരുടെ ഇംഗ്ലീഷ്, മാത്സ്, GK ഈ ഭാഗത്തു നിന്നുള്ള ഫുൾ നോളജ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ചിലരെ കൊണ്ട് ഒരുമിച്ച് PSCയും CSEBയും കൊണ്ടുപോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുക. അപ്പോൾ ഈ എന്തായാലും നവംബർ മാസത്തിൽ തന്നെ നമുക്ക് നമ്മുടെ CSEBയുടെ എക്സാമും വരുന്നുണ്ട്. അതുകൊണ്ട് PSC മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇതിന്റെ ലിസ്റ്റൊക്കെ വരുന്നത് അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷത്തേക്കോ ഒക്കെ ആയിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് സുന്ദരമായിട്ടൊരു ജോലി, ഒരു ബാങ്കിൽ ഒരു ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നമ്മുടെ കൈവശം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊബേഷനും ഡിക്ലെയർ ചെയ്യുന്ന ഒരു സമയമാകും. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, CSEB വേണോ PSC വേണോ എന്ന്. അപ്പോൾ ഇത്രയും നേരം ഈ ക്വസ്റ്റ്യൻ ആൻസർ കേട്ട് നോട്ട് എഴുതി പഠിച്ച എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.